ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ അലങ്കാര ഗോപുരം, കെടാവിളക്ക്, നന്ദികേശ വിഗ്രഹം എന്നിവ ഭക്തനായ ഭരണിക്കാവ് സ്വദേശി സഞ്ജയ് പരമേശ്വരൻ പിള്ളയാണ് സമർപ്പിച്ചത്. വിവിധ ചടങ്ങുകൾ ഇതോടനുബന്ധിച്ച് നടന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഭരണിക്കാവ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി അലങ്കാര ഗോപുരം, കെടാവിളക്ക്, നന്ദികേശ വിഗ്രഹം എന്നിവ സമർപ്പിച്ചതിലൂടെ ലഭിച്ചതെന്ന് ഭക്തനായ ഭരണിക്കാവ് തെക്ക് കുന്നേൽ വീട്ടിൽ സഞ്ജയ് പരമേശ്വരൻ പിള്ള പറഞ്ഞു. ഭരണിക്കാവിലെ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്മരണാഞ്ജലിയായിട്ട് അലങ്കാര ഗോപുരം, കെടാവിളക്ക്, അതുപോലെ തന്നെ ദേവിയുടെ പിതൃസ്ഥാനീയനായ മഹാദേവൻ്റെ മുമ്പിൽ നന്ദികേശ വിഗ്രഹം എന്നിവ സമർപ്പിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഭരണിക്കാവിൽ ഭഗവതിയുടെ മുമ്പിൽ തിരുമുമ്പിൽ ഇന്നേ ദിവസം ഇങ്ങനെയൊരു മഹാകർമ്മം എല്ലാ ഭംഗിയോടുകൂടി എല്ലാ അനുഗ്രഹത്തോടുകൂടിയും ചെയ്യാൻ സാധിച്ചതിൽ എൻ്റെ ഭഗവതിയുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അതുപോലെ എൻ്റെ ക്ഷണമനുസരിച്ച് എല്ലാ ദേശത്തു നിന്നും ഇവിടെ വന്നു ചേർന്ന് ഇതിനോട് ഈ സത്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, സ്നേഹവും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ നന്ദികേശ വിഗ്രഹം വളരെ പെട്ടെന്നാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വളരെ മനോഹരമായിട്ടത് അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെടാവിളക്കും മനസ്സ് നിറഞ്ഞാണ് ഇവിടെ സമർപ്പിക്കാൻ പറ്റിയത്. കാരണം മനസ്സിലെങ്ങനെയാണോ ഞങ്ങൾ ആഗ്രഹിച്ചത് പോലുള്ള ഒരു കെടാവിളക്ക് ഭഗവതിയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചു. ഇതിനെല്ലാം ഉപരി അലങ്കാര ഗോപുരം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നിമിത്തം മാത്രമായിരുന്നു. അമ്മ തമ്പുരാട്ടി എങ്ങനെയാണോ അതിനൊരു നിയോഗം ഞങ്ങളിൽ ഏർപ്പിച്ചത് അതുപോലെ ഭംഗിയായിട്ട് ഇന്നിവിടെ അമ്മയുടെ തിരുമുമ്പിൽ പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചു. അതിൽ അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ അവസരത്തിന് കിട്ടിയതിൽ നന്ദി, കടപ്പാടും സ്നേഹവും അമ്മയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അതിമനോഹരമായ തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ക്ഷേത്ര വടക്കേനടയിൽ അലങ്കാര ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. തടികൾ കൊത്തുപണിയാൽ ചാരുതയുള്ളതാക്കിയ ഗോപുരത്തിൽ ചുവർച്ചിത്രങ്ങളും വരച്ചു ചേർത്തിട്ടുണ്ട്. അലങ്കാര ഗോപുരം കടന്ന് ക്ഷേത്രനടയിൽ കെടാവിളക്കും കിഴക്ക് പടിഞ്ഞാറ് ദർശനമായി മഹാദേവ സന്നിധിയിൽ നന്ദികേശ വിഗ്രഹവുമാണ് സമർപ്പിച്ചത്. CDNet ന്യൂസ്, കായംകുളം.